ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ബി.എഡ് കോഴ്സുകൾ മാറി ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് കോഴ്സുകൾ വരുന്നു, അതോടൊപ്പം തന്നെ ഡി.എൽ.എഡ് കോഴ്സുകൾ നിർത്തലാക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും പ്രത്യേകിച്ച് അഡ്മിഷൻ പരമായ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുള്ളത് 2 വർഷത്തെ ബി.എഡ് കോഴ്സാണ്. എന്നാൽ NEP-യുടെ അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പുതിയ നിർദ്ദേശപ്രകാരം ഇനിയും വരാൻ പോകുന്നത് 4 വർഷ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് കോഴ്സാണ്. 4 വർഷം ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ബി.എഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ +2-ന് ശേഷം ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് നിങ്ങൾ ബി.എഡ് 2 വർഷത്തെ ബി.എഡ് എടുക്കുകയാണ് വേണ്ടത്. എന്നാൽ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് എന്ന് പറയുന്നത് +2-ന് ശേഷം നിങ്ങൾക്ക് BA, BSc, BCom എന്ന 3 വർഷ ഡിഗ്രിയുടെ കൂടെ 1 വർഷ ബി.എഡ് കോഴ്സ് കൂടെ ചേർത്തൊരു 4 വർഷ കോഴ്സാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിഗ്രിയോടൊപ്പം തന്നെ 1 വർഷ ബി.എഡ് പഠിച്ച് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ പ്രധാനമായിട്ട് 4 യൂണിവേഴ്സിറ്റികളാണുള്ളത്: കേരള, കാലിക്കറ്റ്, കണ്ണൂർ, MG. ഈ 4 യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് നിലവിൽ ബി.എഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 വർഷം ഡിഗ്രി എടുത്തതിന് ശേഷം 2 വർഷം ബി.എഡ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. എന്നാൽ അതിനാണ് ഇനി മാറ്റം വരാൻ പോകുന്നത്. ചിലപ്പോൾ അടുത്ത വർഷം മുതൽ തന്നെ നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി പലരുടെയും സംശയമായിരിക്കും, ഇപ്പോൾ ഡിഗ്രി പഠിക്കുന്നവരുണ്ട്, അത് കഴിഞ്ഞിട്ട് ബി.എഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതുപോലെ ഇപ്പോൾ ബി.എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും, ഫസ്റ്റ് ഇയർ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ളവർ എന്താണ് ചെയ്യുന്നത്? അവർക്കപ്പോൾ ഇനി ബി.എഡ് എടുക്കാൻ സാധിക്കില്ലേ, അല്ലെങ്കിൽ അവരെടുക്കുന്ന ആ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ടാവില്ലേ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. കാരണം 2030 വരെ ഇപ്പോൾ നിലവിലുള്ള 2 ഇയർ ബി.എഡിന് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനിയും ബി.എഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 വർഷം ബി.എഡ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഒരു കോഴ്സ് എപ്പോഴാണോ നിർത്തലാക്കുന്നത് ആ വർഷം വരെ ആ ഒരു കോഴ്സിന് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ അന്തിമമാക്കാനായിട്ട് നമ്മുടെ കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന വർഷം ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജൂലൈ മാസത്തോടു കൂടി ആയിരിക്കും ബി.എഡിൻ്റെ അഡ്മിഷനൊക്കെ ആരംഭിക്കുന്നത്. ആ സമയത്തേക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ 2030 കൂടി അല്ലെങ്കിൽ 2030-ന് ശേഷം ഈ ഒരു 2 വർഷ ബി.എഡ് ഉണ്ടായിരിക്കുന്നതല്ല, ഈ ഇൻ്റഗ്രേറ്റഡ് ബി.എഡ് മാത്രമായിരിക്കും പ്രാബല്യത്തിൽ വരിക. ഓക്കെ, അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇനി മുന്നോട്ട് പോകുന്ന വർഷങ്ങളിൽ ഒരുപാട് മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പം തന്നെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം നമ്മൾ ഹയർ സെക്കൻഡറി, ഹൈസ്കൂളും എല്ലാം ഒരേ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഹൈസ്കൂൾ ആ ഒരു വിഭാഗം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി + PG + ബി.എഡ് ആയിരിക്കും വേണ്ടത്. ഇപ്പോൾ നിലവിൽ വേണ്ടത്, അതായത് ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 8 മുതൽ 10 വരെയുള്ള വിഭാഗങ്ങളിൽ ഇപ്പോൾ പഠിപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി + ബി.എഡ് മതി. എന്നാൽ ഇനി അങ്ങോട്ട് വരും തോറും PGയും കൂടെ നിങ്ങൾക്ക് അവിടെ കമ്പൽസറി ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിഗ്രി എടുക്കുന്ന വിദ്യാർത്ഥികൾ PGയും കൂടെ മസ്റ്റായിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ LP തലങ്ങളിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ വേണ്ട യോഗ്യത എന്ന് പറയുന്നത് +2 + DL.ED ആണ്. UP തലങ്ങളിൽ, അതായത് 5 മുതൽ 7 വരെ പഠിപ്പിക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള യോഗ്യത +2 + ഡിഗ്രി + DL.ED ആണ് നിങ്ങൾക്ക് വേണ്ടത്. അത് പിന്നീട് മാറും, മീൻസ് UP തലങ്ങളിലൊക്കെ അത് പിന്നീട് ചേഞ്ച് ആവും. ഇനി വരും തോറും അത് ഡിഗ്രി + ബി.എഡ് മാത്രമായിട്ട് മാറും. ബി.എഡ് ഉള്ളവർക്കും ഇപ്പോൾ UP തലങ്ങളിൽ പഠിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഇനി അങ്ങോട്ട് പോകും വർഷം തോറും DL.ED മാറി ബി.എഡ് മാത്രമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും തോറും ഡിഗ്രി അവിടെ ഒരു മസ്റ്റ് യോഗ്യതയായിട്ട് വരും. ഇപ്പോൾ നിങ്ങൾക്ക് LPയിൽ പഠിപ്പിക്കണമെങ്കിലും UPയിൽ പഠിപ്പിക്കണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് 2030 കഴിഞ്ഞ് അതിനുശേഷം നിങ്ങൾക്ക് ഡിഗ്രി ഒരു നിർബന്ധിത യോഗ്യതയായിട്ട് മാറും. എന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിലവിൽ ഡിഗ്രിയും ബി.എഡും ഒക്കെ പഠിക്കുന്നവരെ അത് ബാധിക്കില്ല. ഏത് വർഷമാണോ ഈ കോഴ്സ് നിർത്തലാക്കുന്നത് അതുവരെ ഈ കോഴ്സുകൾക്കെല്ലാം വാലിഡിറ്റി ഉണ്ടാവും. ഓക്കെ, ഇനി പലരുടെ ഏറ്റവും വലിയ സംശയമാണ് DL.ED കോഴ്സ് നിർത്തലാക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. അത് സത്യമാണോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ 2030 കൂടി DL.ED ആണെങ്കിലും ബി.എഡ് ആണെങ്കിലും പൂർണ്ണമായിട്ടും നിർത്തലാക്കും. എന്ന് വെച്ച് DL.ED കോഴ്സ് ഇപ്പോൾ ഉടനെ ഈ വരും വർഷത്തിലൊന്നും നിർത്തലാക്കാനുള്ള സാധ്യതയില്ല. എന്തായാലും ഒരു 2 വർഷമെങ്കിലും മിനിമം DL.ED കോഴ്സ് നിലവിൽ ഉണ്ടാകും എന്നാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ DL.ED കോഴ്സുകളെ കുറിച്ച് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ മുന്നോട്ട് പോകുന്നതോറും ഒരു 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ DL.ED കോഴ്സ് നിർത്തലാക്കാനുള്ള സാധ്യതയുണ്ട്. അത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ നിർദ്ദേശപ്രകാരം 2030 കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 ഇയർ ബി.എഡ് ആണെങ്കിലും 2 ഇയർ DL.ED കോഴ്സ്
ആണെങ്കിലും പൂർണ്ണമായിട്ടും നിർത്തലാക്കും. ഓക്കെ, പക്ഷേ ഈ വർഷങ്ങൾക്കിടയിൽ എപ്പോഴാണ് നിർത്തലാക്കുന്നതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇതുവരെയായിട്ട് ഒരു ക്ലിയർ അപ്ഡേഷൻ വന്നിട്ടില്ല. എന്തായാലും ഈ വരുന്ന വർഷം DLED കോഴ്സ് നിർത്തലാക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. പല കുട്ടികളും അതാണ് ചോദിക്കുന്നത്. ഇനി വരുന്ന മറ്റൊരു സംശയം, DLED ഇപ്പോൾ നിർത്തലാക്കിയാൽ തന്നെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ അത് ബാധിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ BEdന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഏത് വർഷം വരെ ഈ ഒരു കോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് വർഷമാണോ ഇത് നിർത്തലാക്കുന്നത്, ആ വർഷം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ DLED കോഴ്സിൻ്റെയൊക്കെ അഡ്മിഷൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് പല വിദ്യാർത്ഥികളും. അതും ജൂലൈ മാസത്തോടു കൂടിയൊക്കെ തന്നെയാണ് DLEDൻ്റെയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ എല്ലാ വീഡിയോസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക്